ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVSൻ്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ചോയ്സ് തന്നിരിക്കുന്നവയിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 A question, different types of plants. First question, Vinu and friends are preparing a magazine on different types of plants. വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു മാഗസിൻ തയ്യാറാക്കുകയാണ് വിനുവും കൂട്ടുകാരും. Color the bubble inside the picture based on their habitat. ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന ബബിളിന് അവയുടെ വാസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ നിറം നൽകാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. യൂസ് റെഡ് കളർ ഫോർ സീറോഫൈറ്റ്സ് ആൻഡ് ബ്ലൂ കളർ ഫോർ അക്വാറ്റിക് പ്ലാന്റ്സ്. വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുന്ന സസ്യങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവുമാണ് കൂട്ടുകാർ നൽകേണ്ടത്. ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് സീറോഫൈറ്റ് പ്ലാന്റ് ആണ്. പിന്നെയോ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് അക്വാറ്റിക് പ്ലാന്റ് ആണ്. മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് സീറോഫൈറ്റ് പ്ലാന്റ് ആണ്. നാലാമത്തെ ചിത്രത്തിൽ കാണുന്നത് അക്വാറ്റിക് പ്ലാന്റ് ആണ്. അഞ്ചാമത്തെ ചിത്രത്തിൽ കാണുന്നത് സീറോഫൈറ്റ് പ്ലാന്റ് ആണ്. ആറാമത്തെ ചിത്രത്തിൽ കാണുന്നത് അക്വാറ്റിക് പ്ലാന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, Fishes have a body shape suitable for moving in water. മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ സഞ്ചരിക്കാൻ അനുയോജ്യമായ ശരീര ആകൃതിയാണ് ഉള്ളത്. From the terms given below, select the correct option related to movement of fish in water. താഴെ നൽകിയിരിക്കുന്ന ടേംസുകളിൽ നിന്ന് മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ ഫിൻ. സെക്കൻഡ് ഗിൽ, കളർ. തേർഡ് സീ വാട്ടർ, റിവർ വാട്ടർ. ഫോർത്ത് സ്ലിപ്പറി ബോഡി, ഫിൻസ്. എന്തെല്ലാമാണ് ഇവിടെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? A 1 only, B 1 and 4, C 2 and 3, D 4 only. ഏതാണ് ശരിയായ ആൻസർ? ബി ആണ് അല്ലേ, 1 and 4. ഏതെല്ലാമാണ്? ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ ഫിൻ, സ്ലിപ്പറി ബോഡി, ഫിൻസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്തി താഴെ നൽകിയിരിക്കുന്ന ബോക്സിൽ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? എ ഫോറസ്റ്റ്, ബി പോണ്ട്, സി സീ, ഡി ഡെസേർട്ട്. നൽകിയിരിക്കുന്നവയിൽ ഒറ്റയാൻ ആരാണ്? ഡെസേർട്ട്, മരുഭൂമിയാണ് അല്ലേ. മറ്റുള്ളവയിലെല്ലാം ജലം ധാരാളമായി കാണുന്ന സ്ഥലങ്ങളാണ്. ഇനി ആക്ടിവിറ്റി 1ലെ ബി ക്വസ്റ്റ്യൻ, ഓർഗാനിസംസ് ആൻഡ് സർവൈവൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് ഓർഗാനിസംസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ് ദം ടു സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെന്റ്. വ്യത്യസ്ത തരത്തിലുള്ള ജീവികൾക്ക് അവയുടെ ശരീരത്തിന്റെ സവിശേഷതകൾ ഒരു നിശ്ചിത പരിസരത്ത് അതിജീവിക്കാൻ അവയെ സഹായിക്കുന്നുണ്ട്. നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ദാറ്റ് എനേബിൾ ദം ടു ലിവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെന്റ്. താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് ഒരു നിശ്ചിത പരിസ്ഥിതിയിൽ ജീവിക്കാനുള്ള അവയുടെ ശരീര പ്രത്യേകതകൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഒരു ക്യാമൽ, ഒട്ടകത്തിന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. എന്തെല്ലാമാണ് ഒരു ക്യാമലിന്റെ ബോഡി ഫീച്ചേഴ്സ്? ദ ഫാറ്റ് ഇൻ ഹം ഹെൽപ്സ് ടു സർവൈവ് ഇൻ ദ ഡെസേർട്ട് ഫോർ ഡേയ്സ് വിതൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. ദിവസങ്ങളോളം വെള്ളമില്ലാതെ മരുഭൂമിയിൽ അതിജീവിക്കാൻ ഒട്ടകത്തിന്റെ പുറത്തുള്ള പൂഞ്ഞ അതിനെ സഹായിക്കുന്നുണ്ട്. Possess flat feet that do not sink in sand. പരന്ന കാൽപാദങ്ങൾ അവയെ മണലിൽ പൂഴ്ന്നു പോകാതെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഏതിന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്? ഒരു ഫിഷ് ആണ് അല്ലേ. എന്താണ് ഫിഷിന്റെ ബോഡി ഫീച്ചേഴ്സ്? ദ ബോഡി ഷേപ്പ്, ഫിൻസ്, tail fin, arrangement of scales and slippery nature of fish help them move through water. ശരീരത്തിന്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, സ്കെയിലുകളുടെ ക്രമീകരണം, പിന്നെയോ വഴുവഴുപ്പുള്ള ശരീരം എന്നിവയെല്ലാം അവയെ വെള്ളത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഫിഷ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. ചെകിലകളുടെ സഹായത്തോടെയാണ് മത്സ്യം ശ്വസിക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ സിറ്റുവേഷൻസ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുക. ഫ്രം ഇറ്റ് ലിസ്റ്റ് ഔട്ട് ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ഡിമോളിഷൻ ഓഫ് ഹിൽസ് ആൻഡ് റീക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. അതിൽ നിന്നും കുന്നിടിക്കലിന്റെയും വയൽ നികത്തലിന്റെയും ദോഷഫലങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ഡിമോളിഷൻ ഓഫ് ഹിൽസ്? കുന്നിടിക്കലിന്റെ ദോഷഫലങ്ങൾ: ലാൻഡ്സ്ലൈഡ്സ്, ഫ്ലഡ്, സോയിൽ എറോഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്സ്. ഇനിയോ
റീക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. വയൽ നികത്തലിന്റെ ദോഷഫലങ്ങൾ എന്തെല്ലാമാണ്? ലോസ് ഓഫ് ഹാബിറ്റാറ്റ്സ്, ഫ്ലഡ്, ലോസ് ഓഫ് ഫുഡ് ചെയിൻ, വാട്ടർ സൈക്കിൾ ഡിസ്റപ്ഷൻ, etc. Third question, select from the following the most suitable slogan for the protection of ecosystem. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ മുദ്രാവാക്യം താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും സെലക്ട് ചെയ്ത് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. A. Celebrate the diversity, protect the wildlife. B. Protect the ecosystem, sustain life on earth. C. An ecosystem is a combination of living and non-living components. D. There are natural and man-made ecosystems. ഇതിൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായ മുദ്രാവാക്യം? B. Protect the ecosystem, sustain life on earth. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക, ഭൂമിയിൽ ജീവൻ നിലനിർത്തുക. ഇനി ആക്ടിവിറ്റി 2, പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത്, അവർ റെസ്പോൺസിബിലിറ്റി. First question, complete the table based on soil pollution. മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന ടേബിള് കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺസ് ഫോർ സോയിൽ പൊല്യൂഷൻ. മണ്ണു മലിനീകരണത്തിന് കാരണങ്ങൾ എന്തെല്ലാമാണ്? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡംപിംഗ്, improper disposal of plastic wastes, mining. ഇനി ഓർഗാനിസംസ് അഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ. മണ്ണ് മലിനീകരണം ബാധിക്കുന്ന ജീവികൾ ഏതെല്ലാമാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ്? എർത്ത് വേം, പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻ, സ്മോൾ ക്രിയേച്ചേഴ്സ്, etc. ഇനി കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എക്കോസിസ്റ്റംസ്. ആവാസ വ്യവസ്ഥയിൽ മണ്ണ് മലിനീകരണം വരുത്തുന്ന അനന്തരഫലങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ്? എക്സ്റ്റിങ്ഷൻ ഓഫ് വേരിയസ് ഓർഗാനിസംസ്, റിഡ്യൂസിംഗ് സോയിൽ ഫെർട്ടിലിറ്റി, ഡിസ്റപ്റ്റ്സ് ഫുഡ് ചെയിൻ, ലീഡ്സ് ടു വാട്ടർ പൊല്യൂഷൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അതിൽ എന്തു തരം മലിനീകരണമാണ് നൽകിയിരിക്കുന്നത് എന്ന് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ എന്തു തരം മലിനീകരണമാണ് കൂട്ടുകാർ കാണുന്നത്? വായു മലിനീകരണമാണ് അല്ലെ, എയർ പൊല്യൂഷൻ. ഇനി രണ്ടാമത് കാണുന്ന ചിത്രത്തിലെ പൊല്യൂഷൻ ഏതാണ്? വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണമാണ് അല്ലെ. ആക്ടിവിറ്റി 3, Independent India. Foreigners first came to India to buy spices like cardamom and pepper and textiles like silk and cotton. Gradually, they started industries after receiving privileges from the local rulers. Various regions of India were ruled by local rulers. They fought with each other and it made matters easier for the British. ഏലം, കുരുമുളക് പോലുള്ള സുഗന്ധദ്രവ്യങ്ങളും സിൽക്ക്, കോട്ടൺ പോലുള്ള തുണിത്തരങ്ങളും വാങ്ങാൻ വേണ്ടിയാണ് ആദ്യമായി വിദേശികൾ ഇന്ത്യയിലേക്ക് എത്തിയത്. ഭരണാധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചതോടുകൂടി അവർ ഇന്ത്യയിൽ വ്യവസായത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഭരണാധികാരികളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ തമ്മിൽ പോരടിച്ചു നിന്നിരുന്നതിനാൽ ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഗ്രാജുവലി അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ദ കിങ്സ് കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഫോറിനേഴ്സ്. അങ്ങനെ പതിയെ പതിയെ കൃഷിയും കച്ചവടവും രാജാക്കന്മാരുമെല്ലാം വിദേശികളുടെ നിയന്ത്രണത്തിന്റെ കീഴിലായി. യൂസിംഗ് ഇംപ്രൂവ്ഡ് വെപ്പൺസ് ലൈക്ക് cannons and guns and warfare tactics, they subdued the natives and the local rulers. മെച്ചപ്പെട്ട പീരങ്കികളും യുദ്ധതന്ത്രങ്ങളും എല്ലാം ഉപയോഗിച്ച് നാട്ടുകാരെയും രാജാക്കന്മാരെയും അവർ കൈവശപ്പെടുത്തി. Over time, the British gained control over all parts of India. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൻ കീഴിലായി. For the next 200 years, India was under their control. പിന്നീടുള്ള 200 വർഷക്കാലം ഇന്ത്യക്കാർ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. Read the note above and answer the following. മുകളിൽ നൽകിയിരിക്കുന്ന കുറിപ്പ് വായിച്ചിട്ട് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what was the main aim of foreigners reaching India? ഇന്ത്യയിൽ എത്താനുള്ള വിദേശികളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? A. for war, യുദ്ധത്തിന്. B. to have trade with local rulers, ഭരണാധികാരികളുമായുള്ള കച്ചവടത്തിന്. C. to buy spices and textiles, സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളും വാങ്ങുന്നതിനായി. D. to start industries, വ്യവസായങ്ങൾ തുടങ്ങുന്നതിനായി. ഏതാണ് ശരിയായ ഉത്തരം? C. to buy spices and textiles.
Second question, when the British arrived, India was divided in the form of princely states. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യ വിവിധ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടത്. ഈസ് ദ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ഓർ റോങ്? ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? റൈറ്റ്, ശരിയാണ് അല്ലേ? Third question, why was it so easy for the British to bring India under their control? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമായത് എന്തുകൊണ്ടായിരിക്കും? Various regions of India were ruled by local rulers and they fought with each other. ഭരണാധികാരികൾ തമ്മിൽ പോരടിച്ചു നിന്നിരുന്നതിനാലാണ് അല്ലേ? Fourth question, for how long was India under the control of British? എത്ര കാലമായിരുന്നു ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ ആയിരുന്നത്? എന്തെല്ലാമാണ് ഇവിടെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? A century, B 2 centuries, C 3 centuries, D a century and a half. ഏതാണ് ശരിയായ ഉത്തരം? B 2 centuries, 200 വർഷക്കാലമായിരുന്നു അല്ലേ? ഇനി ആക്ടിവിറ്റി 4, ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾസ്. First question, the Salt Satyagraha and the Quit India movement are the greatest struggles in the history of India's freedom struggle. Prepare notes on these two freedom struggles. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ട് സമരങ്ങളാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും സാൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹവും. അവ രണ്ടിനെ കുറിച്ചുമുള്ള ഒരു ചെറിയ നോട്ട് തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കൊന്ന് തയ്യാറാക്കി നോക്കാം അല്ലേ? ഫസ്റ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. The Quit India movement, launched by Mahatma Gandhi on August 8, 1942, was a pivotal moment in India's struggle for independence. It demanded the immediate end of British rule in India, with Gandhi famously calling on Indians to do or die. The movement was a mass uprising characterized by widespread civil disobedience and non-violent protests. ഇനി സാൾട്ട് സത്യാഗ്രഹ. The Salt Satyagraha was a mass civil disobedience movement initiated by Mahatma Gandhi against the salt tax imposed by the British government in India. He led a large group of people from Sabarmati Ashram on 12th March 1930 till Dandi, a coastal village in Gujarat, to break the salt law by producing salt from the seawater. Second question, which freedom fighter is known as Frontier Gandhi? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? എ സുഭാഷ് ചന്ദ്രബോസ്, ബി കെ കേളപ്പൻ, സി സർദാർ വല്ലഭായ് പട്ടേൽ, ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഏതാണ് ശരിയായ ഉത്തരം? ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി അല്ലെങ്കിൽ ഫ്രണ്ടിയർ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ആക്ടിവിറ്റി 5, A question, ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യ. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. മുകളിൽ നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ മാപ്പ് നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ 2 states that share borders with the 5 states? 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ്? കൂട്ടുകാർ ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ചു നോക്കൂ. മധ്യപ്രദേശ് ആൻഡ് ഹരിയാന ആണ്. ഇനി സെക്കൻഡ് വൺ, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? രാജസ്ഥാനാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് സീ ഈസ് ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് ഓഫ് കേരള? കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അറേബ്യൻ സീ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് അനദർ സ്റ്റേറ്റ് അതർ ദാൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആന്ധ്രാപ്രദേശ് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശും അല്ലാത്ത മറ്റൊരു സംസ്ഥാനം ഏതാണെന്ന് കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ സംസ്ഥാനം? ഒഡീഷയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് കേരള? കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ്? തമിഴ്നാട്, കർണാടക. ഇനി ആക്ടിവിറ്റി 5ലെ ബി ക്വസ്റ്റ്യൻ, ഫ്ലൈയിങ് ഫ്രണ്ട്സ്. First question, Reena gives information based on her observation of various species of birds regularly seen around her house. റീന അവളുടെ വീടിനു ചുറ്റും സ്ഥിരമായി കാണപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള പക്ഷിവർഗങ്ങളുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അറിവുകൾ നൽകുകയാണ്. Examine each and match the information to the appropriate bird. ഓരോന്നും പരിശോധിച്ച് അതാത് പക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാച്ച് ചെയ്യാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, flies high, has pointed claws and sharp beak, chases and catches the prey. ഉയരത്തിൽ പറക്കും,
കൂർത്ത നഖങ്ങളും മൂർച്ചയുള്ള കൊക്കുമുണ്ട്. ഇരയെ പിന്തുടർന്ന് പിടിക്കും. ഏതു പക്ഷിയാണത്? ഈഗിൾ, പരുന്താണ് അല്ലേ? ഇനി നെക്സ്റ്റ്, ഹാസ് ബ്ലാക്ക് കളർ, ട്രാവൽസ് ഇൻ ഗ്രൂപ്സ്, ക്ലീൻ ദ സറൗണ്ടിങ്സ്. കറുപ്പ് നിറമാണ്, കൂട്ടമായാണ് സഞ്ചരിക്കുന്നത്, ചുറ്റുപാടുകളെല്ലാം വൃത്തിയാക്കും. ഏതാണ് പക്ഷി? ക്രോ, കാക്കയാണ് അല്ലേ? ഇനി നെക്സ്റ്റ്, ഹാസ് സ്മോൾ ബോഡി, ചെറിയ ശരീരമാണ്, ലോങ് ബീക്ക്, നീളമുള്ള കൊക്കുണ്ട്, ഫ്ലൈസ് ഫാസ്റ്റ്, വേഗത്തിൽ പറക്കും, ഹൺസ് പ്രേ ഫ്രം പോണ്ട്സ് ആൻഡ് റിവേഴ്സ്. കുളങ്ങളിൽ നിന്നും പുഴകളിൽ നിന്നുമാണ് ഇരകളെ പിടിക്കുന്നത്. ഏതാണ് പക്ഷി? കിങ് ഫിഷർ, പൊന്മാനാണ് അല്ലേ? ഇനി നെക്സ്റ്റ്, ഈസ് ഓഫ് മീഡിയം സൈസ്, ഇടത്തരം വലിപ്പമാണ്, ഹാസ് ക്യാപ് ലൈക്ക് പാർട്ട് ഓൺ ദ ഹെഡ്, തലയിൽ തൊപ്പി പോലുള്ള ഒരു ഭാഗമുണ്ട്, സ്ട്രോങ് പോയിന്റഡ് ക്ലോസ്, ബലമുള്ള കൂർത്ത നഖങ്ങളുണ്ട്. ഏതാണ് പക്ഷി? വുഡ് പെക്കർ, മരം കൊത്തിയാണ് അല്ലേ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബേർഡ് ദാറ്റ് ഹൺസ് പ്രേ ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വാട്ടർ? വെള്ളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇരകളെ പിടിക്കുന്ന പക്ഷി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ഓപ്ഷൻസ് ഇവിടെ നൽകിയിരിക്കുന്നത്? എ ഈഗിൾ, പരുന്ത്, ബി പാരറ്റ്, തത്ത, സി ക്രെയിൻ, കൊക്ക്, ഡി മൈന. ഏതാണ് പക്ഷി? സി ക്രെയിൻ, കൊക്കാണ് അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? എ, all birds have the same body structure. എല്ലാ പക്ഷികൾക്കും ഒരേ ശരീരഘടനയാണ്. ബി, there is a connection between the body structure of birds and its spraying mechanism. പക്ഷികളുടെ ശരീരഘടനയും അവ ഇരപിടിക്കുന്നതിന്റെ രീതിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സി, some birds have long pointed beaks and long legs. ചില പക്ഷികൾക്ക് നീളമുള്ള കൊക്കും നീളമുള്ള കാലുകളും ഉണ്ട്. ഡി, birds found in watery places have oily feathers. ജലാംശമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകളാണ് ഉള്ളത്. നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയുള്ളത് ഏതാണ്? എ, all birds have the same body structure. എല്ലാ പക്ഷികൾക്കും ഒരേ തരത്തിലുള്ള ശരീരഘടനയാണോ ഉള്ളത്? അല്ല അല്ലേ? ചെറുതും വലുതും എല്ലാം ഉണ്ട് അല്ലേ? All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.